ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നിയമത്തിൽ വിലക്കില്ല എന്ന ഹൈക്കോടതി. സത്യപ്രതിജ്ഞയ്ക്ക് ജയിലിൽ സൗകര്യമൊരുക്കണമെന്നും മാധ്യമങ്ങളെ അനുവദിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. സത്യപ്രതിജ്ഞാ ചടങ്ങ് എല്ലാവരും കാണട്ടെ എന്നും ഹൈക്കോടതി. ആർ സുഗതന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് വിധി പറയും. 20 ബി.ജെ.പി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ വിധിയിലും ഹൈക്കോടതി വിമർശനം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്യാം, ആദ്യത്തെ സത്യപ്രതിജ്ഞ വെറൈറ്റി ആക്കാൻ വേണ്ടി ഉള്ള ശ്രമം ഉണ്ടായിരുന്നു ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന്. അത് പക്ഷേ കോടതി വിലക്കി. ഇനിയിപ്പോ ജയിലിൽ നിന്ന് അതിനേക്കാൾ വെറൈറ്റിയുള്ള ഒരു സത്യപ്രതിജ്ഞ കാണാമല്ലോ. മാധു, അങ്ങനെ കാണാൻ കഴിയും. കാരണം അത് മാധ്യമങ്ങൾ കൂടി അത്തരം സത്യപ്രതിജ്ഞ ചടങ്ങ് ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്, വാക്കാൽ പറയുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ആർ സുഗതൻ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി നൽകിയ ഹർജിയിൽ വിധി ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് പറയുക. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വാക്കാൽ പറഞ്ഞ കാര്യം ഇതാണ്: സത്യപ്രതിജ്ഞയ്ക്ക് ജയിലിൽ സർക്കാർ സൗകര്യം ഒരുക്കണമെന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു. ജയിലിൽ മാധ്യമങ്ങളെയും അനുവദിക്കണമെന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കാരണം സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാവരും കാണട്ടെ എന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നിയമപരമായി വിലക്കില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ അടക്കം വിധി ഉദ്ധരിച്ചാണ് ഹൈക്കോടതി അക്കാര്യം വ്യക്തമാക്കുകയും ഇതൊരു അസാധാരണമായ സാഹചര്യമാണെന്ന് കൂടി വിലയിരുത്തിയാണ് ഹൈക്കോടതി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ തിരുവനന്തപുരത്തെ 20 ബി.ജെ.പി കൗൺസിലർമാർ ഈ വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ തന്നെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഇതിൽ ചില മാധ്യമങ്ങൾ, അതായത് റിപ്പോർട്ടർ TV അല്ല, മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് തെറ്റായ രീതിയിൽ ഈ വിധിയെ റിപ്പോർട്ട് ചെയ്തുവെന്ന കടുത്ത വിമർശനവും കൂടി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തു. ഉത്തരവിന്റെ പേരിൽ ചിലർ മതപരമായ വേർതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇത് അപകടകരമായ പ്രവണതയാണ് എന്നുകൂടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനവും. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിലാണ് ഹൈക്കോടതി വിമർശനം ഉയർത്തുന്നത്. എന്തായാലും ആർ സുഗതന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും വിധി പറയുക. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ നേരിട്ട് ഹാജരായി പറഞ്ഞത്, ഭരണഘടനയുടെ 22-ാം അനുച്ഛേദം 3 അനുസരിച്ച് ഈ കരുതൽ തടങ്കലിലുള്ളവരെ പുറത്തുവിടുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഹാളിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ അത് അക്കാര്യം അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ പാലിക്കാം, അത് സംബന്ധിച്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും 2 മണിക്ക് ഇക്കാര്യത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് 2 മണിക്കായിരിക്കും ഹൈക്കോടതിയുടെ ഉത്തരവ്. ശ്യാം ദേവരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആ സുഗതൻ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് നിയമ തടസ്സമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അനുവാദം നൽകണമെന്നതുകൂടി കോടതി പറയുകയും ചെയ്യുന്നു. ലക്നൌവിൽ മറ്റുമാണ് ഇതിനു മുൻപ് അങ്ങനെ ഒരു കൗൺസിലർ നിയമപരമായ സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച് നടത്തിയത് എന്നാണ് ഇതിനു മുൻപുള്ള ഒരു ഇൻസ്റ്റൻസ്. അതിനപ്പുറത്തേക്ക് ലക്നൌ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ്. ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. അതിനല്ലാതെ മറ്റുദാഹരണങ്ങളില്ല. കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ചരിത്രപരമായ മുഹൂർത്തമാണല്ലോ, അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ മറ്റെവിടെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. അതിനൊപ്പം സംഭവിച്ച മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കോടതി വിധി വന്ന സമയത്ത് അതിൽ ഓരോ ദൈവങ്ങളുടേതായ പേരെടുത്തു പറയുന്നതിൽ അങ്ങനെ പാടില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി വിധി വന്നത്. പക്ഷെ അതിനെതിരെ രാഷ്ട്രീയമായ ചില വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടായി. മറ്റു മതസ്ഥർ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യവും ഉണ്ടായി. അത് ആ വിധിയിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മുൻപ് ഒരു കോടതി വിധി അതിനനുകൂലമായി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമായി കാണുന്നത് എൻ്റെ മാതാവിനെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല. വീരപ്പനെ ദൈവമായി കാണുന്നവരുണ്ട്, വീരപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ആ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുമുണ്ടായിരുന്നു. അതിനെ മതപരമായി ദുരുപയോഗം ചെയ്യുക, മതപരമായ പരാമർശങ്ങളിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നതിനെയാണ് ഇപ്പോൾ കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയും ചെയ്യുന്നത്.